2010 2010 എത്ര വയ്ക്കുന്നത്? 180. ഈ 13 ഇയോണ് ഇതാണെങ്കിൽ 145 ഫൈനൽ 145 ഫൈനൽ 2013 ഇയോണ് 145 2026 വരെ പേപ്പർ ഉണ്ട്. എത്ര വയ്ക്കുന്നത്? 130 കൊടുക്കുക. ഗോന്റെ ഈ ഒരു ചിഹ്നം മാറ്റിട്ട് ഇവിടെ ടൊയോട്ടന്റെ ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ എന്താവും? ലീവ് ആവും. ഓക്കെ, 2000 മോഡലാണ്. എത്ര കൊടുക്കുക? 3 ലക്ഷം കൊടുക്കാം. ഇതേതാ മോഡൽ വരുന്നത്? ബെൻസ് 2001 മോഡലുണ്ട്. 2001 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ട്? പേപ്പർ പുതിയ എടുത്തു കൊടുക്കാം നമുക്ക്. ഓക്കെ, എത്ര രൂപയ്ക്ക്? 240 കൊടുക്കാം. 240 കൊടുക്കാം. ഒരു BMW വരുന്നുണ്ട്. ഇത് 2007 ആണ്. പുതിയ പേപ്പർ എടുത്തതാണ്. ഇതാണെങ്കിൽ നമുക്ക് 6.4 കൊടുക്കാം. 6.4 കൊടുക്കാം. ഈ ഇത് 2016 ആണ്. 2016. ഇത് 2 ലക്ഷം രൂപ കൊടുക്കും. 2 ലക്ഷം രൂപയ്ക്ക് 2016 ഡാർസന്റെ റെഡിഗോ 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ റാഫിക്കാന്റെ പാർട്ട് 2 ആണ് വരുന്നത്. റാഫിക്ക, ഈ പ്രാവശ്യം പാർട്ട് 2 ഓഫർ ഉണ്ടോ? കൊടുക്കണ്ടല്ലേ. 2009 സ്വിഫ്റ്റ് തരാൻ പോകുന്നത് വെറും 1,65,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ 2012 i20 ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് എത്ര? 260 കൊടുക്കുക. 2018 ഇയോണ് വരുന്നത് നിങ്ങൾ തരാൻ പോകുന്നത് 2,25,000 രൂപയ്ക്ക് അല്ലേ. 2,25 i20 വരുന്നത്. അതുപോലെ തന്നെ ഡിസയർ 2014 തരാൻ പോകുന്നത് എത്ര? 3,85. ഈ പ്രാവശ്യം ഫുള്ള് ബഡ്ജറ്റ് കാറുകളും അതുപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സ്വിഫ്റ്റ് അല്ലേ. ഏകദേശം 5-8 സ്വിഫ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. ഹോണ്ട ബ്രിയോ കിടക്കുന്നുണ്ട്, വാഗ്നർ കിടക്കുന്നുണ്ട്, ഇയോൺ കിടക്കുന്നുണ്ട്, എക്സ്പ്രസോ, എത്തിയോസ്, അതുപോലെ തന്നെ BMW, ബെൻസ്. ചെറിയൊരു പൈസക്ക് 2,40,000 രൂപയ്ക്ക് ബെൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 സീറ്ററിന് ഒരുപാട് വണ്ടികളുണ്ട്. മലപ്പുറം പുത്തനത്താണി 2 സ്ഥലത്ത്. ചിരി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരടുത്തേക്ക് എത്തുമ്പോ മൂപ്പരാത് കൊണ്ട് ഞാനും ഡൗൺ ആയി പോകും. കൂടുതൽ പറയുള്ളൂ നിങ്ങൾ പറയണ്ടല്ലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം അതില്ല. എന്നാലും നിങ്ങൾ പറയണ്ടേ? അത് എനിക്ക് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോകണം. നമുക്ക് ഇവിടെ തുടങ്ങേണ്ടി ബസ് തന്നെ. അപ്പൊ സ്വിഫ്റ്റിന്റെ ചാകരം തന്നെ തുടങ്ങാല്ലേ. സ്വിഫ്റ്റ് ഒരുപാട് വണ്ടികളുണ്ട്. സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ഡിസയർ വരുന്നുണ്ട്, ഒരുപാട് മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഇയോൺ വരുന്നുണ്ട്. ഡാറ്റ്സന്റെ റെഡിഗോ ഏകദേശം 3 മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2017 ഗോ പ്ലസ് വരുന്നത്. 2015 ഗോ പ്ലസ് 7 സീറ്റർ എത്ര ചോദിക്കുന്നത്? 2,25,000 രൂപയ്ക്ക്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവാ. ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അഫിക്ക് നമുക്ക് സ്വിഫ്റ്റ് തുടങ്ങാം അല്ലേ. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2013 ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1 പുറത്ത് ഫുള്ള് കമ്പനി സർവീസ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കാണെങ്കിൽ 3,85,000 രൂപ ഫൈനൽ. 3,85 ഫൈനൽ ആയിട്ട് കൊടുക്കുക. എത്ര ലോൺ കയറും? ലോൺ എന്തായാലും 3 രൂപ അടുത്ത്. 3 രൂപ ലോണും കയറും. 85,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. അടുത്ത മുതൽ ഏതാ വരുന്നത്? ഇത് ഡിസയർ ആണ്. 2014 മോഡൽ. 2014 ഡീസൽ. ഡീസൽ അല്ലേ. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് ആണെങ്കിൽ 4 ആയിക്കണ്. കിലോമീറ്റർ ഓടിക്കണം 140. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക ആണോ? പ്രൈസ് ആണ് വരുന്നത്? ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3,85,000 രൂപ. 3,85,000 രൂപ കൊടുക്കാം. മാക്സിമം ഓണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാ മുതൽ? ഇത് 2012 മോഡലാണ്. 2012. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കുന്നത് 120. 120. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ഫൈനൽ ആണെങ്കിൽ നമുക്കൊരു 3,4 കൊടുക്കാം. 3,4 ഫൈനൽ ആയിട്ട് കൊടുക്കാം അല്ലേ. ഒരു മിനിറ്റ്, ഇതിൽ 14 ഉണ്ട്, 15 ഉണ്ട്, പെട്രോൾ ഉണ്ട് എമ്മരത്ത് വരാൻ. അതാണെങ്കിൽ നമുക്കൊരു 4,500 രൂപ ചോദിക്കുന്നുണ്ട്. അതും മാക്സിമം കുറച്ച്. ഓക്കെ, അത് എന്തായാലും വീഡിയോ ഇറങ്ങുമ്പോൾ എന്തായാലും ആ സാധനം കൂടെ കയറും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റിനോൾട്ടിന്റെ പൾസ് ആണ് വരുന്നത്. പൾസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡലാണ്. 2015 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിൽ എടുക്കുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 120. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങൾ പക്കയാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് നമുക്ക് 2,45 കൊടുക്കാം. 2,45 കൊടുക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് റെഡ് കിളിയാണ് വരുന്നത്. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2010 മോഡലാണ്. 2010 മോഡൽ. ഡീസൽ അല്ല വരുന്നത്? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിൽ എടുക്കുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 130. 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് നമുക്ക് ഫൈനൽ ആണെങ്കിൽ 230 കൊടുക്കാം. 230 കൊടുക്കാം. 2010 സ്വിഫ്റ്റ് 230. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹോണ്ടന്റെ ബ്രിയോ റെഡ് കിളി അല്ലേ. നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2014-15 രജിസ്റ്റർ. 14-15 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കണം 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 3,35 രൂപ ഫൈനൽ. 3,35 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഈ നിസാന്റെ മൈക്ര ഏതാ മോഡൽ വരുന്നത്? 2013 വണ്ടിയാണ്. 2013 XP ബട്ടർ സ്റ്റാർട്ടിംഗ് ആയിരുന്ന വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് 2-3. ഓക്കെ, കിലോമീറ്റർ
ഇത് കിലോമീറ്റർ ഓടിക്കണം ഒന്നിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ശരി, കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 265 കൊടുക്കാം. 265 കൊടുക്കാം. ഒരു ഇയോണോ? ഇയോൺ ഇത് 2017 മോഡൽ വണ്ടി. 2017 ഓണർഷിപ്പ് ആയിരുന്നത്? 17 18 19 അല്ല 17 18 ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 2.5 2017 12 രജിസ്ട്രേഷന്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറ പ്ലസ് അല്ല വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രസ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 വണ്ടിയാണ്. 2017 ഓണർഷിപ്പ് വരുന്നത്? VX+ ആണ്. ഓണർഷിപ്പ് വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഡോർ എന്താ മാറി. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കാണെങ്കിൽ 385 385 കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ജെന്ന് വരുന്നുണ്ട് അല്ലേ? ജെന്ന് എസ്റ്റിലോ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2010 മോഡലുണ്ട്. 2010 ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് 3 ചോദിക്കുന്ന വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണം 90,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, മേജർ ഒന്നുമില്ല. എത്ര ആയിരിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ ആണെങ്കിൽ 1.5 1.5 കൊടുക്കാം. ഈ ഒരു ഡിസൈറോ? ഡിസൈർ 2015 മോഡൽ. 2015 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഓടിക്കണം ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നിൻ്റെ ഉള്ളിൽ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2010 അല്ലേ പറഞ്ഞത്? 15. 2015 ഡിസൈർ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? 4,65,000. എത്ര ലോൺ കയറും? ലോൺ 4.4 അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു ഇനോവ വരുന്നുണ്ട്. ഇനോവ ഏതാ മോഡൽ വരുന്നത്? ഇന്നോവ 2007 ആണ്. 2007 ഇനോവ. എത്ര വരെ പേപ്പർ ഉണ്ട്? 27 പേപ്പറുള്ള 27 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് 3-4 ഒക്കെ ഉണ്ടാവും. കിലോമീറ്ററോ? കേരള വണ്ടിയാണ്. പക്ക കേരള വണ്ടി. ഇത് 3,60,000 കൊടുക്കും. 3,60,000 രൂപയ്ക്ക് 2007 മോഡൽ കേട്ടോ ഇനോവ വരുന്നത്. ഇനി അതേപോലെ തന്നെ ഹോണ്ടന്റെ WRV അതാണെങ്കിൽ നമുക്ക് 2,40,000 കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2007 മോഡലാണ്. 2007 മോഡൽ ഹോണ്ടന്റെ WRV 2027 വരെ പേപ്പർ ഉണ്ട് അല്ലേ? എത്ര കൊടുക്കാം? 2,40,000 കൊടുക്കാം. 2,40,000 കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ മഹീന്ദ്രന്റെ XUV വരുന്നുണ്ടല്ലേ? XUV ഏതാ മോഡൽ വരുന്നത്? ഇത് 2015-16 രജിസ്റ്റർ ഓട്ടോമാറ്റിക്. ആകെ 50,000 കിലോമീറ്റർ ഓടിക്കും. 2015-2016 ഓട്ടോമാറ്റിക് വെറും 50,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 6 ലക്ഷം കൊടുക്കും. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 6 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ വരും? ലോൺ എന്തായാലും 5-5.5 ഉറുപ്പിക എന്തായാലും കയറാം. ഇതൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഏതാ മോഡൽ വരുന്നത്? 2000 മോഡലാണ്. എത്ര കൊടുക്കാം? ഇത് 3 ലക്ഷം കൊടുക്കും. ഇതേതാ മോഡൽ വരുന്നത്? ബെൻസ് 2001 മോഡലുണ്ട്. 2001 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ട്? പേപ്പർ പുതിയ എടുത്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, എത്ര രൂപയ്ക്ക്? 2,40,000 കൊടുക്കും. 2,40,000 കൊടുക്കാം. ഒരു BMW വരുന്നുണ്ട്. ഇത് 2007 ആണ്. പുതിയ പേപ്പർ എടുത്തതാണ്. ഇതാണെങ്കിൽ നമുക്ക് 6.4 കൊടുക്കാം. 6.4 കൊടുക്കാം. ഈ ഐറ്റൻഡിയോ? 16 മോഡലാണ്. 2016 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കണം. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ശരി, ആണൊക്കെ പക്കാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് നമുക്ക് 4,65,000 കൊടുക്കാം. 4,65,000 രൂപ കൊടുക്കാം. അൾട്ടിസ് വരുന്നുണ്ടല്ലോ. 1, 2, 3 മോഡൽ വരുന്നുണ്ടല്ലോ. 3 വണ്ടി ഉണ്ട്. 2010 ഉണ്ട്. 11 ഉണ്ട്. ഓക്കെ, എങ്ങനെ റേറ്റ് വരും? 11 2 ആണെങ്കിൽ 3,35 കൊടുക്കാം. 2010 ആണെങ്കിൽ 3,4 കൊടുക്കാം. 3,4 കൊടുക്കാം കേട്ടോ. 2010 3,4 ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഈ ഫസ്റ്റ് ഇയോൺ ആണ് തുടങ്ങാം. ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇയോൺ 2014 ആണ്. 2014 ഇറ പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. സ്റ്റെറിംഗ് കാണാനൊക്കെ ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് നമുക്ക് 1,85 കൊടുക്കാം. 1,85. 2014 മോഡൽ. 2014 മോഡൽ ഇറ പ്ലസ് നിങ്ങൾക്ക് 1,85. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഡാറ്റ്സന്റെ റെഡിഗോ ആണ്. റെഡിഗോ ഏകദേശം 3 മോഡൽ ഉണ്ട്. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2016 ആണ്. 2016 ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തിൽ എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ആകെ 30,000 കൊടുക്കും. 30,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 2,20. 2,20 കൊടുക്കാം. ഈ ഡാറ്റ്സൺ റെഡിഗോ? ഇത് 17-18 ആണ്. 17 ഓണർഷിപ്പ് വരുന്നത്? 1000 cc വരുന്നുണ്ട്. ഇത് 2,40. ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 5,000. 50,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ഒന്നുമില്ല. 2,40 കൊടുക്കാം അല്ലേ? ഇതേതാ മുതൽ വരുന്നത്? ഇത് 2016 ആണ്. 2016. ഇത് 2 ലക്ഷം കൊടുക്കും. 2 ലക്ഷം രൂപയ്ക്ക് 2016 ഡാറ്റ്സന്റെ റെഡിഗോ 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡാറ്റ്സന്റെ ഗോ ആണ് വരുന്നത്. ഈ ഒരു ഗോന്റെ ഈ ഒരു ചിഹ്നം മാറ്റിട്ട് ഇവിടെ ടൊയോട്ടന്റെ ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ എന്താവും? ലീവ് ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 ആണ്. 2014. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ എടുക്കും. കിലോമീറ്ററോ? 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1,90 കൊടുക്കാം. നെക്സ്റ്റ് ഏതാ വരുന്നത്? ലീവ് 2012 ആണ്. 2012 ടൊയോട്ടന്റെ എത്തിയോസ് ലീവ് അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ എടുക്കും. കിലോമീറ്ററോ?
കിലോമീറ്റർ 1.10 ഓടിക്കണം. 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് നമുക്കൊരു 3.4 കൊടുക്കും. 3.4 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി ഒരു i20 വരുന്നുണ്ട്. i20 ഏതാ മോഡൽ വരുന്നത്? ഇത് 2011 ആണ്. 2011 ആസ്റ്റൺ ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3 എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10 ഓടിക്കണം. 1.10. റീപ്ലേസ് ഉണ്ടോ? മേജറായിട്ട് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1.90 കൊടുക്കാം. 1.90 അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് നിസാന്റെ മൈക്ര. നിസാന്റെ മൈക്ര 2012 മോഡലാണ്. 2012 മോഡല്. SP ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഫുള്ളോട് വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണം 1.10 ഓടിക്കണം. നല്ല വണ്ടിയാണ്. 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ഫൈനൽ ആണെങ്കിൽ 2.40 കൊടുക്കാം. 2.40 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2009 ആണ്. 2009. പുതിയ പേപ്പർ എന്നാണ്? പുതിയ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ വണ്ടി 1.85 കൊടുക്കും. 1.85. അതായത് പുതിയ പേപ്പർ 2009 സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ 1.85 അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 2.3. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണം 1.10 ഓടിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഏതാ? ഉണ്ടായിന്റെ i20 ആണ്. i20 ഏതാ മോഡൽ വരുന്നത്? 2012 ബട്ടർ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 2012 ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിലായിട്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10 ഓടിക്കണം. 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജറായിട്ട് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 2.65 ഫൈനൽ. 2.65 ഫൈനൽ ആയിട്ട് കൊടുക്കുക. ഒരു ഇയോൺ വരുന്നുണ്ട്. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇയോൺ 2014 ആണ്. 2014. മാഗ്ന പ്ലസ് ആണ്. 14 അല്ലേ? 14. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ഓടി. 1.5 ഉള്ളിൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1.85 കൊടുക്കും. 1.85 2014 കൊടുക്കുക അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു റിഡ്സ് വരുന്നുണ്ട്. റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? ഇത് 11-12 ആണ്. 11-12. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. നല്ല 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജറായിട്ട് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇതാണ് നമുക്കൊരു 2.30 കൊടുക്കാം. 2.30 കൊടുക്കാം. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ജെന്നസ്റ്റിലോ? അതെ. ജെന്നസ്റ്റിൽ ഏതാ മോഡൽ വരുന്നത്? ഇത് 2010 ആണ്. 2010. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. 85,000 കിലോമീറ്റർ ഓടി. 85,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഏതാണോ? മേജറായിട്ടില്ല. എന്തൊരു ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? VXI ആണ്. ആ. ഇതാണ് നമുക്കൊരു 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. ഈ ഒരു വാഗനറോ? ഇത് 2015 മോഡലാണ്. 2015. സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 50,000 കിലോമീറ്റർ കൊടുക്കും. റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജറായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 3.10 3 കിട്ടും. 3 റുപ്യ കിട്ടിയാൽ കൊടുക്കാം അല്ലേ? 2015 മോഡൽ. എത്ര ലോൺ കയറും? ഇപ്പം 2.90 ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത് വാഗനർ? 16 ഓട്ടോമാറ്റിക് ആണ്. എത്ര കൊടുക്കുന്നത്? അത് നമുക്ക് ഒരു 3.40 കൊടുക്കാം. 3.40. ഈ ഒരു വാഗനറോ? ഇത് 2017 ആണ്. എത്ര വയ്ക്കുന്നത്? ഇതാണെങ്കിൽ 3.4 കൊടുക്കാം. 3.4. ഈ റിഡ്സോ? ഇത് 2010 ആണ്. 2010 എത്ര വയ്ക്കുന്നത്? 1.80 കൊടുക്കാം. 1.80. ഈ ഒരു ഇയാണോ? ഇത് 13 ആണ്. 2013 ഇയോണ്. ഇതാണെങ്കിൽ 1.45 ഫൈനൽ. 1.45 ഫൈനൽ. 2013 ഇയോണ് 1.45. ഇനി നെക്സ്റ്റ് വരുന്ന ഡാർസന്റെ ഗോപ്ലസ് 7 സീറ്റർ. ആയിരം മോഡൽ വരുന്നത്? ഇത് 2015 ഫസ്റ്റ് ഓണർ ആണ്. ഇതാണെങ്കിൽ 2.30 2.30 കൊടുക്കുക. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2008 ഡീസലാണ്. ഇതേ പേപ്പർ എടുത്ത വണ്ടിയാണ്. അതാണെങ്കിൽ നമുക്കൊരു 1.80 കൊടുക്കാം. 1.80 കൊടുക്കുക. ഈ ഒരു സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് 2006 ആണ്. 2006. എത്ര വരെ പേപ്പർ ഉണ്ട്? 26 ഉണ്ട്. 2026 വരെ പേപ്പർ ഉണ്ട്. VXI ആണ്. എത്ര വയ്ക്കുന്നത്? ഇത് 1.30. 1.30 കൊടുക്കുക. ഇതോ നെക്സ്റ്റ് വന്ന് ഡാർസന്റെ ഗോ ആണ്. 2014 ആണ്. 2014 ഡാർസന്റെ ഗോ എത്ര വയ്ക്കുന്നത്? ഇതാണെങ്കിൽ നമുക്കൊരു 1.85 1.85 കൊടുക്കുക. ഇതോ നെക്സ്റ്റ് വരുന്നത്? അമേസ് 2013 ആണ്. 2013 അമേസ് എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 2.75 കൊടുക്കാം. 2.75. ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കാണിച്ച് റാഫിക്ക. ഇനി ഏതാ കാണിക്കാനുണ്ടോ? വണ്ടികൾ വരാണ്ട് വണ്ടികൾ വണ്ടി ഒരുപാട് വണ്ടികൾ വരാണ്ട്. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇടാ വരുന്നത്? സ്പോട്ട് വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാലും സ്പോട്ടിൽ സൺ യൂസ്ഡ് കാറിലല്ലേ? എന്തായാലും റാഫിക്കാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ് വരുന്നത്. പാർട്ട് 1ലും ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാഫിക്കാന്റെ നമ്പറിലേക്ക് വിളിച്ചോളി. റാഫിക്കാന്റെ നമ്പർ മാത്രമല്ല ഏകദേശം 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. പാർട്ണർമാരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചോളി. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചോളി. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാക്സിമം ലോൺ നിങ്ങൾക്ക് കിട്ടും. ചെറിയൊരു പൈസക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി കാറുകളാണ്.